പത്തനംതിട്ട നെല്ലിക്കലിൽ പുഞ്ചപ്പാടത്ത് കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ദേവിശങ്കർ എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നേരത്തെ രണ്ടുപേരുടെ മൃതദേഹം ഫയർഫോഴ്സ് കണ്ടെത്തിയിരുന്നു. എ.വി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജയ്, ഇന്നലെ രാത്രിയാണ് ഈ അപകടത്തിന്റെ വാർത്ത പുറത്തു വന്നത്. പുഞ്ചപ്പാടത്ത് വള്ളത്തിൽ വലയെറിയാൻ പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. രണ്ടുപേരുടെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ കണ്ടെത്തിയിരുന്നു. അതിൽപ്പെട്ട ഒരാളുടെ ബന്ധു കൂടിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ദേവിശങ്കർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പുതിയ വിവരങ്ങൾ? അതായത് പ്രജിൻ, ഉച്ചയോടുകൂടിയാണ് ദേവശങ്കറിന്റെ മൃതദേഹം ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. രാവിലെ മുതൽ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തിയെങ്കിലും ഏറെ ശ്രമകരമായിരുന്നു ദൗത്യം. കാരണം ഈ പുഞ്ചപ്പാടത്ത് പുല്ലുകളുടെ സാന്നിധ്യം ഉൾപ്പെടെ ഉള്ളതിനാൽ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധന ശ്രമകരമായിരുന്നു. പിന്നീട് 2 മണിക്ക് ശേഷമാണ് ഫയർഫോഴ്സിന് ഇത്തരത്തിൽ ദേവശങ്കറിന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ കോയിപ്പുറം നെല്ലിക്കൽ പാടശേഖരത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ 3 യുവാക്കൾ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഈ കിടങ്ങൂർ സ്വദേശി രാഹുൽ, ഒപ്പം തന്നെ നാലിക്കൽ സ്വദേശി മിഥുൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. എന്തായാലും ഈ 2 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ദേവശങ്കറിന്റെ മൃതദേഹവും നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ പാടശേഖരത്തിലെ വെള്ളം ഈ മഴ മാറിയതോടുകൂടി താഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് പൊതുവെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഇവിടെ സംഭവിക്കാറില്ല. ഈ മീൻ പിടിക്കാൻ പോയ 3 യുവാക്കളും ഈ ടെറൈനെ കുറിച്ചൊക്കെ കൃത്യമായി പരിചയമുള്ള, നീന്തൽ ഉൾപ്പെടെ അറിയാവുന്നവരായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല എന്നാണ്. എന്തായാലും ഫയർഫോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു തിരച്ചിലാണ് സ്ഥലത്ത് നടത്തിയത്. ആ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ മൂന്നാമന്റെ ഭൗതികദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ദേവശങ്കറിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് ഉടൻ വിട്ടു നൽകും. ശരി, എ.വി. ജയശങ്കറാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.